ഞാൻ ഒരു കഥ പറയട്ടെ. സുഭാഷ് സുനന്ദയെ താലി കെട്ടാൻ ഒരുങ്ങുമ്പോഴാണ് സുനന്ദയുടെ മാതാപിതാക്കൾ പറഞ്ഞ കാര്യം സുഭാഷിൻ്റെ മനസ്സിൽ വരുന്നത്. സുഭാഷ് സുനന്ദയോട്, നമുക്ക് ഇങ്ങനെ ഒരു കല്യാണം വേണോ? ഇപ്പം നമ്മൾ കല്യാണം കഴിച്ചാൽ നിന്റെ കല്യാണം മുടങ്ങും. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ നിന്റെ അച്ഛനും അമ്മയും അപമാനിക്കപ്പെടും. ആ അപമാനം താങ്ങാൻ വയ്യാതെ അവർ എന്തെങ്കിലും കടുംകൈ ചെയ്താൽ നിനക്ക് പിന്നീട് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുമോ? സുനന്ദ, അവർ ഇല്ലാണ്ടായിട്ട് പിന്നെ ഞാൻ ജീവിച്ചിട്ട് എന്താ കാര്യം? സുധീഷ് സുഭാഷിനോട്, ഇത് നല്ലൊരു ചാൻസാണ്. ഇതുപോലൊരു ചാൻസ് ഇനി ജീവിതത്തിൽ കിട്ടില്ല. സുഭാഷേട്ടൻ മിണ്ടാണ്ട് സുനന്ദയുടെ കഴുത്തിൽ താലി കെട്ട്. സുഭാഷ് സുധീഷിനോട് മിണ്ടാതിരിക്കാൻ പറയുന്നു. സുഭാഷ് സുനന്ദയോട്, നമുക്ക് ഇങ്ങനൊരു കല്യാണം വേണ്ട. നിനക്ക് അച്ഛനും അമ്മയും നല്ലത് മാത്രമേ ചെയ്യുള്ളൂ. നീ അച്ഛനും അമ്മയും പറഞ്ഞു വെച്ച ചെക്കനെ തന്നെ കല്യാണം കഴിക്ക്. നീ തിരിച്ചു പോയെന്ന് സുഭാഷ് പറയുന്നുണ്ട്. സുഭാഷ് സുനന്ദയെ താലി കെട്ടാത്തതിനെ തുടർന്ന് അച്ഛന് ദേഷ്യം വന്നിട്ട് അച്ഛൻ പറയുന്നുണ്ട്, നിനക്ക് ഒരു കാലത്തും പെണ്ണ് കിട്ടില്ല. ഈ ജന്മത്തിൽ നിന്റെ കല്യാണം കഴിയില്ല. നീ രാശിയില്ലാത്തവനാണെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അച്ഛൻ പുറത്തേക്ക് പോകുന്നു. സുഭാഷ് വളരെ സങ്കടത്തോടെ, നീ തിരിച്ചു പോകണം, അച്ഛനും അമ്മയും പറഞ്ഞ് കല്യാണം കഴിക്കണം. എന്നിട്ട് ദുഃഖത്തോടെ സുഭാഷ് തിരിച്ച് റൂമിലേക്ക്. ഓക്കെ, ബൈ, വീണ്ടും കാണാം.